എന്താ ഇവിടെ ഒരു സംസാരം? അരുൺ എന്നെ ഒന്ന് കാണാമെന്നതാ. നേരത്തെയും വന്നല്ലോ. അന്ന് പുറത്തു നിന്ന് രഹസ്യമായിട്ടായിരുന്നു സംസാരം. എന്താ ഒരു രഹസ്യം പറച്ചില്? ഞാൻ പറയുന്നത് എന്താണെന്ന് ഡോക്ടർക്ക് അറിയാം. ഭാര്യയല്ലേ, നേരിട്ട് ചോദിച്ചങ്ങ് മനസ്സിലാക്കിയാ മതി. അവന്റെ സംസാരം അത്രയ്ക്ക് പന്തിയല്ലല്ലോ. നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മളെ വിലവെക്കാതെ ആണല്ലോ അവൻ സംസാരിച്ചിട്ട് പോയത്. അയാൾ നമ്മുടെ ദീപന്റെ ഒരു സുഹൃത്താ. ഓഹോ, അനിയന്റെ സുഹൃത്തുക്കളൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അവന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെ. അവന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നവനെ നിങ്ങൾ ഇങ്ങനെ ഭയക്കണോ? ആര് ഭയന്നു? അയാൾ ഇവിടെ വരുമ്പോഴൊക്കെ നിങ്ങക്ക് നല്ല ഭയമുണ്ട്. എനിക്കൊരു ഭയവുമില്ല. അങ്ങനെ നിനക്ക് തോന്നിയെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. ഞാൻ എവിടെ പോയി നിൽക്കണോന്ന് പറഞ്ഞ അവള് സമ്മതിക്കണ്ടേ? എന്നെ ചതുർത്ഥിയായിട്ട് കാണുന്ന മകൾക്ക് മുന്നിലേക്ക് ഞാൻ പോയാ അവളുടെ പ്രഷർ കൂടുകയുള്ളൂ. എന്നാ പിന്നെ നീ അങ്ങോട്ട് പോകണ്ട മോളെ. അവള് പെട്ടെന്നൊന്നും മാറാൻ പോണില്ല. അതുകൊണ്ട് വെറുതെ വേദനിക്കാനായിട്ട് അവളെ കാണണ്ട. രണ്ടും കൂടി അച്ഛൻ തന്നെ പറഞ്ഞാലോ? ആദ്യം പോവാൻ പറഞ്ഞു, പിന്നെ പോവണ്ടെന്ന് പറഞ്ഞു. ഏതായാലും നീ പോയല്ലോ. അവിടുന്ന് നിന്നെ അവൾ ആറ്റിവിട്ടതുമാണല്ലോ. അതുകൊണ്ട് ഇനി പരാതി ഒന്നും വരില്ല. പരാതി തീർക്കലല്ലോ അച്ഛാ. ഈ സമയത്ത് അമ്മമാരുടെ പ്രസൻസ് അല്ലേ അവർക്ക് ആവശ്യം. ഇവിടെ എന്നെ ലതികേടത്തി ഒന്നും അവൾ അടുപ്പിക്കുന്നില്ലല്ലോ. അതിലുപരി കാർത്തുവിനെ സ്നേഹിക്കുന്നവരെ ഒന്നും അടുപ്പിക്കുന്നില്ല എന്ന് പറയുന്നതാ ശരി. മോളെ കണ്ടായിരുന്നോ? കണ്ടു. ഇയാൾ അവിടുന്ന് പോകാൻ പറഞ്ഞാൽ ശരിയായില്ല എന്ന് പറഞ്ഞു. അതോടെ അവളുടെ മട്ടും ഭാവവും മാറി. പിന്നെ എന്നോടും പോകാൻ പറഞ്ഞു. അവിടെ അനന്തമുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. ഇനിയിപ്പോ ഞാൻ അവിടേക്ക് ചെന്നാലും ഇതായിരിക്കും അവസ്ഥ. ചെല്ലുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇയാളെ ന്യായീകരിക്കരുത്. കാർത്തൂന്റെ കാര്യങ്ങളും പറയരുത്. അവളെ ചികിത്സിക്കുന്ന ഡോക്ടറെ മറ്റോ കണ്ടായിരുന്നോ? ഞാനവിടെ ചെന്ന സമയത്ത് ഡോക്ടർ വന്നില്ല. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. അവൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുക, അമ്മയുടെ മുഖം കാണാതിരിക്കാൻ പറ്റുമോന്ന്. അല്ലെങ്കിലും അവള് അവളുടെ അമ്മയുടെ മുഖം കണ്ടിട്ടില്ലല്ലോ. അവളുടെ അമ്മയും അച്ഛനും നമ്മളല്ലേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും കാർത്തൂന്റെ അമ്മയേക്കാൾ നല്ല അമ്മ മഞ്ജുവിന്റെ അമ്മയാ. അതെന്താ ശരത്തേട്ടൻ അങ്ങനെ പറഞ്ഞത്? കാർത്തൂനെ പ്രസവിച്ചിട്ട് ആ കുട്ടിയുടെ അമ്മ എന്താ ചെയ്തത്? അതിനെ കാട്ടിൽ കൊണ്ട് കളഞ്ഞു, കൊല്ലാൻ തന്നെ. പിന്നെ അവരെങ്ങനെ നല്ലതാകുന്നത്? ഇവിടെ മഞ്ജുവിന്റെ സ്വന്തം അമ്മ സെന്റ് തോമസ് ഓർഫണേജിന്റെ പണിക്കലല്ലേ കൊണ്ടുവച്ചത്. അപ്പോഴാ അമ്മയ്ക്ക് സ്വന്തം മോള് മരിക്കണമെന്നില്ലായിരുന്നു. നല്ല നിലയിൽ വളരണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര പോലും സഹതാപം സ്വന്തം കുഞ്ഞിനോട് കാർത്തൂന്റെ അമ്മ കാണിച്ചിട്ടില്ല. അവരെ സംസ്കാരശൂന്യെന്നോ പിശാച് കയറിയവരെന്നൊക്കെ വിളിക്കാം. ആ അമ്മയുടെ സാഹചര്യം അതായിരുന്നു കാണും. എന്ത് സാഹചര്യമായാലും സ്വന്തം മക്കളെ കൊല്ലുന്ന അമ്മമാര് കാണുമോ? അതും മൃഗങ്ങൾ കടിച്ചു കീറി കൊല്ലണമെന്ന് ചിന്തിക്കുന്ന അമ്മമാരുണ്ടാവുമോ? അതിന് താനെന്തിനാ ഇങ്ങനെ ഇമോഷൻ ആവുന്നേ? കാർത്തൂനല്ലോ ഞാൻ പറഞ്ഞത്, കാർത്തൂന്റെ അമ്മയല്ലേ. ആരുടെയും ജീവിത സാഹചര്യം അറിയാതെ പഴിക്കരുത് ശരത്തേട്ട. എന്ത് സാഹചര്യമാടൂ? ആ മകളെ മൃഗങ്ങൾ കടിച്ചു കീറി കൊന്നിരുന്നെങ്കിൽ ഈ ജന്മം കാർത്തൂന്റെ അമ്മയ്ക്ക് സ്വസ്ഥ കിട്ടുമായിരുന്നോ? മരിച്ചുപോയ കുഞ്ഞിന്റെ ആത്മാവ് അവരെ വെറുതെ വിടുമായിരുന്നോ?
മഞ്ജു എന്റെ മകളാണ്. കണ്ണം പലതവണ പറഞ്ഞു അവളെന്റെ മകളല്ലാന്ന്. ഇപ്പൊ അരുണും അത് തന്നെ പറയുന്നു. പക്ഷേ ദൈവം എന്ന് പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല. അതുപോലെ എന്റെ മകളെ കാണാൻ ഒരു അവസരം വന്നാ ഞാനത് നഷ്ടപ്പെടുത്തത്തുമില്ല. മഞ്ജു എന്റെ മകളാണെന്ന് പോലും ഞാൻ പറയില്ല ആരോടും. പക്ഷേ കഥകൾ അറിയാവുന്നവര് അവൾ എന്റെ മകളല്ല എന്ന് മാത്രം പറയരുത്. സാറേ, സാറെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അങ്ങനെയൊന്നും പറയണ്ട. സാറിന് എന്തോ ആദ്യമുണ്ട്. എന്തിനെക്കുറിച്ചോ ആലോചിച്ച് സാറ് വിഷമിക്കുന്നുണ്ട്. അതിന്റെ കാരണം തിരക്കാ സാറൊന്നും പറയുന്നുമില്ല. അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ലടോ. എന്നാലും മനസ്സിനകത്ത് എന്തെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ അത് എന്നോടുകൂടെ പറഞ്ഞൂടെ? തന്നോട് പറയേണ്ടത് ഞാൻ പറഞ്ഞാ പോരെ? ദേ, സാറിന് ഓർമ്മയുണ്ടല്ലോ, ഞാനൊരു കാര്യം ഉള്ളിൽ വെച്ചോണ്ട് നടന്നപ്പോ സാറെന്നോട് പിണങ്ങിയത്. എത്ര ദിവസം എന്നോട് മിണ്ടാതെ നടന്നു. ഞാനുണ്ടാക്കുന്ന ഭക്ഷണം പോലും കഴിച്ചില്ല. അവസാനം എന്നെക്കൊണ്ട് പറയേണ്ടതെല്ലാം പറയിച്ചില്ലേ? അത് പിന്നെ തനിക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായപ്പോ അതിന്റെ കാരണം എന്താണെന്നറിയാൻ എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാ എന്റെയും കാര്യം. സാറിനും ഈയിടെയായിട്ടാ ഈ മാറ്റം ഉണ്ടായത്. അപ്പോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയണ്ടേ? ഞാൻ എന്താ ഇപ്പൊ തന്നോട് പറയേണ്ടത്? പറയാനുള്ളതങ്ങ് പറഞ്ഞാ മതി. അത് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഞാനും ഇനി പിണങ്ങി പിരിഞ്ഞിരിക്കണോ? ആഹാരം കഴിക്കാതെ നടക്കണോ? എന്നാലേ പറയത്തുള്ളൂ. ദേ, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. എനിക്കെന്റെ ജോലി സംബന്ധിച്ചുള്ള വിഷയങ്ങളാ. എന്താ അങ്ങനെ ഒരു വിഷമം? അല്ല, ഇവിടുന്ന് ട്രാൻസ്ഫറോ വല്ലോ വന്നാ നമ്മളിവിടുന്ന് ദൂര സ്ഥലത്തേക്ക് മാറേണ്ടി വരും. അങ്ങനെ മാറിക്കഴിഞ്ഞാ എന്നേക്കാളും കൂടുതൽ വിഷമിക്കുന്നത് താനായിരിക്കും. പിന്നെ ബന്ധുക്കളൊന്നും അടുത്ത് കാണില്ലേ. കണ്ണേട്ടനും പവിത്രയെടുത്തൊക്കെ അടുത്തില്ലാത്തത് വിഷമം തന്നെയാ. എങ്കിലും സാറുണ്ടല്ലോ. പിന്നെ കാണേണ്ടവരെയൊക്കെ നമുക്ക് ഞായറാഴ്ചയൊക്കെ വന്ന് കാണാമല്ലോ. അമ്മയും നമ്മുടെ കൂടെ കാണും. അതിങ്ങനെ ഏതു നേരം ചിന്തിച്ചിരിക്കണോ? അല്ല, അതൊന്നും അല്ല കാരണം. മറ്റെന്തോ സാറിനെ അലട്ടുന്നുണ്ട്. ചില കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല മോളെ. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പറയാതിരിക്കോ? സാറിന്റെ മനസ്സിലുള്ളത് പറഞ്ഞാ ഞാൻ സങ്കടപ്പെടുന്നു കരുതിയിട്ടാണോ? ഹേ, അല്ല. എനിക്ക് മനസ്സിലായി സാറിന്റെ ഉള്ളിൽ എന്താണെന്ന്. നമ്മുടെ ഒരു കുഞ്ഞ്, അത് എത്രയും പെട്ടെന്ന് സാറിന് വേണം. അതും എന്റെ വിഷമത്തിന്റെ കാരണമാ. അതുകൊണ്ടല്ലേ ഞാനും അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജുവേടത്തി കാണുന്ന ഡോക്ടറെ പോയി കാണാന്ന്. അത് പറയുമ്പോഴെന്താ മുഖത്തിനൊരു മാറ്റം? ഹേയ്, ഒന്നുമില്ല. എന്നെ എന്റെ കാർത്തു ഇങ്ങനെ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കല്ലേ. എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം നമുക്കിടയിൽ എത്രയും പെട്ടെന്നൊരു കുഞ്ഞ് വേണമെന്ന്. പല പെൺകുട്ടികളും ഇപ്പൊ സിസേറിയനെ ആഗ്രഹിക്കുന്നത്. വേദന അറിഞ്ഞ അമ്മയാകാൻ പലർക്കും താല്പര്യമില്ല. എന്നാൽ മോൾ അങ്ങനെ ആവരുത്. മോൾക്ക് സുഖപ്രസവം നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും. എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ജനിക്കണം, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ എത്ര നാളത്തെ കാത്തിരിപ്പാണെന്ന് ഡോക്ടർക്ക് അറിയാലോ. ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുത്. സ്വന്തം അമ്മ പോലും എന്നെ അകറ്റി നിർത്തിയിരിക്കുന്ന സമയം ഞങ്ങൾ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയില. അതിനിടയിലൊരു ആശ്വാസം ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ.
മോള് ഞാൻ പറയുന്നൊക്കെ ഫോളോ ചെയ്താൽ മതി, ഒരു കുഴപ്പവും പറ്റില്ല. ഞാൻ ഭക്ഷണത്തിന്റെ കാര്യത്തില് സ്ട്രിക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ചില നേരത്തെങ്കിലും മോളതൊക്കെ തെറ്റിക്കുന്നുണ്ട്. അവിടെ ഞാൻ മോളെയല്ല അനന്തനെയെ കുറ്റം പറയും. മോള് വാശി പിടിക്കുമ്പോ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കൊടുക്കുന്നതിനാ. ഹോട്ടൽ ഉപയോഗിക്കുന്ന ഓയിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം മോളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആഹാരമൊക്കെ കഴിക്കാം. ഇപ്പൊ ഞാൻ പറയുന്ന കേട്ടേ പറ്റൂ. അത് വയലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എന്നെ കുറ്റം പറയരുത്. ഒരിക്കലും ഇല്ല ഡോക്ടർ. ഞാൻ ഇനി ഡോക്ടർ പറയുന്നത് പോലെ ഒക്കെ കേട്ടോളാം. വീട്ടിലൊരു നല്ല പാചകക്കാരി ഉണ്ടല്ലോ, അവരുണ്ടാക്കുന്ന ഫുഡും നല്ലതല്ലേ. ഞാൻ കഴിച്ചല്ലേ ഒരു ദിവസം, പിന്നെ ഹോട്ടൽ ഫുഡിന്റെ ആവശ്യം എന്താ? കുറച്ചു ദിവസം വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോ ഇവക്ക് പുറത്തു പോയി കഴിക്കാൻ ഒരു ആഗ്രഹം വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ മതി. ഹെവി ഫുഡ് വേണ്ട. മനസ്സിലായോ മോൾക്ക്? പിന്നെ ഡോക്ടറോട് ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇവളുടെ അമ്മ ഉൾപ്പെടെ ആര് ചോദിച്ചാലും ഡോക്ടറാണ് മഞ്ജുവിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയണ്ട. ഞങ്ങളും പറയില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തില് ഡോക്ടർ ഞങ്ങൾക്കൊപ്പം നിൽക്കണം. എന്തു പറ്റി? കുടുംബത്തിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് ഡോക്ടറെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഞാനല്ല മോളുടെ ഡോക്ടർ, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ. അല്ലെങ്കിലും ആരും എന്നെ അറിയാത്തത് തന്നെ നല്ലത്. ഡോക്ടർക്ക് എന്തെങ്കിലും സംശയമായോ? അതാണോ ചിന്തിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഞാൻ എന്റെ മോളെ പോലെ മഞ്ജുവിനെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് മോളുടെ താല്പര്യ എന്റെയും താല്പര്യം. അതല്ലേ അനന്തു ശരി? മുത്തശ്ശനെത്തിയല്ലോ. ഇതാരാ? ഇത് പിന്നെ ഞങ്ങളുടെ ഒരു പരിചയക്കാരനാ. അതെ, മഞ്ജുവിന്റെ മുത്തച്ഛനാണല്ലേ? അതെ. എന്നാ നിങ്ങൾ സംസാരിക്കും, ഞാൻ പിന്നെ വരാം. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളൊക്കെ എന്നിലല്ലേ? വഴക്കിടാനല്ല വന്നത്, മോളെ കാണാനാ. ആ, മുത്തശ്ശൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിരുന്നു, എടുക്കാൻ മറന്നുപോയി. പോയിട്ട് വരാം. ഫ്രൂട്ട്സുമായിട്ട് വന്നേക്കുന്നു. ഡോക്ടറെ മുത്തശ്ശൻ കണ്ടല്ലോ അനന്തുവേട്ടാ. നമ്മളതിന് അദ്ദേഹം ഡോക്ടറാണെന്ന് പറഞ്ഞില്ലല്ലോ. എങ്കിലും ഇത്തരം കൂടിക്കാഴ്ചകളൊക്കെ അപകടം. നിന്നെപ്പറ്റി ചോദിച്ചപ്പോ വെറുമൊരു പരിചയക്കാരനെന്നാ പറഞ്ഞത്. പക്ഷെ എനിക്കറിയാം നീയാണ് എന്റെ കൊച്ചുമോളുടെ ഡോക്ടറെന്ന്. പക്ഷേ ഞാനതിന്റെ മോളോട് പറഞ്ഞിട്ടില്ല. എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷേ നിന്നെ ഒരിക്കൽ കണ്ടപ്പോ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും എന്റെ മോളുമായിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുതെന്ന്. ഞാൻ സാഹചര്യം ഉണ്ടാക്കിയതല്ല, സാറിന്റെ കൊച്ചുമോള് എന്നെ തേടി വന്നതാ. അതിനവൾക്ക് ഫലവും കിട്ടി. അതുകൊണ്ട് ഇന്നവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ഒരു അവസരമായി കണ്ട് ചരിത്രങ്ങളൊക്കെ എന്റെ കൊച്ചുമകൾക്ക് മുമ്പിൽ വിളമ്പാനാണ് നിന്റെ പുറപ്പാട്. ഒരിക്കലുമല്ല. അങ്ങനൊരു ഉദ്ദേശം എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അതിന് എന്നെക്കൊണ്ട് വളരെ നേരത്തെ തന്നെ സാധിക്കുമായിരുന്നു. ഇവിടെ സംഭവിച്ചതൊക്കെ ഒരു നിമിത്തമാണെന്നേ ഞാൻ പറയും. ദേവയ്ക്കൊരു മകളുണ്ടെന്നറിയായിരുന്നു. ആ മകളെപ്പറ്റി ഞാൻ പലരോടും തിരക്കി. ആരും വ്യക്തമായൊരു മറുപടി തന്നില്ല. അവസാനം
എന്റെ അടുത്ത് തന്നെ എന്റെ മകളെത്തി. സെന്റ് തോമസ് ഓർഫനേജിൽ നിന്നും ദേവയും ദേവയുടെ ഹസ്ബൻഡും കൂടി അഡോപ്റ്റ് ചെയ്ത എന്റെ മകൾ. ആര് പറഞ്ഞു അവൾ നിന്റെ മകളാണെന്ന്? ആരാണ് പറഞ്ഞത്? ആര് പറഞ്ഞു? സാറിന്റെ കൊച്ചുമോൻ വരുന്നു. അമേരിക്കയിൽ നിന്ന് എപ്പോഴാ വന്നത്? ഒരു 4-5 മാസമായി കാണും. ഇവിടെ ഇപ്പൊ ഒരു സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്, വീട്ടിൽ തന്നെ. സാർ ഇതുവരെ പോയില്ലായിരുന്നോ? ഇല്ല, ഞാനിന്ന് പരിചയപ്പെടുകയായിരുന്നു. മഞ്ജുവിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ ഫ്രണ്ടാണെന്ന് പറയായിരുന്നു. ആ അതെ. എന്നാ പിന്നെ കാണാം സാർ. പോട്ടെ. ശരി. അദ്ദേഹത്തെ കണ്ടപ്പോ മുത്തശ്ശൻ എന്തോ ദേഷ്യം പോലെ തോന്നിയല്ലോ. എന്തിനാ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോ ദേഷ്യം തോന്നണേ? എന്നാ അതെനിക്ക് വെറുതെ തോന്നിയതായിരിക്കും. മുത്തച്ഛൻ ഫ്രൂട്ട്സ് എടുക്കാനല്ലേ പോയത്? അതെ, അതിന്റെ ഇടയ്ക്കാണല്ലോ അദ്ദേഹത്തെ കണ്ടതും ഞങ്ങൾ സംസാരിച്ചു എന്നതും. അദ്ദേഹത്തോട് മഞ്ജുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാണെന്ന് തിരക്കിയോ? അല്ല, അത് ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചി വന്ന് തിരക്കുന്നുണ്ടേ. കാർത്തൂനെ അവിടെ കൊണ്ടുപോകാനായിരിക്കും. നീയും മഞ്ജുവിനെ പോലെ ചിന്തിക്കരുത് മോനെ. ഒരിക്കലും മഞ്ജുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ കാർത്തൂവിനെ ചികിത്സിക്കണമെന്ന് ഞങ്ങൾക്കില്ല. പിന്നെ അതാരാണെന്നൊരമ്മ തിരക്കുന്നുണ്ടെങ്കിൽ അതൊരമ്മയുടെ കടമയല്ലേ? അങ്ങനെ പല കടമകളും ഉണ്ട് അമ്മമാർക്ക്. അതൊന്നും അപ്പച്ചിയുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഉണ്ടാവുന്നില്ല. സ്വത്ത് പോലും അപ്പച്ചി മുത്തച്ഛനും അവൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന കേട്ടത്. കാർത്തു ആരാ ഇപ്പോ? അന്യ പെൺകുട്ടിയാണോ? അവള് നിന്റെ അനിയന്റെ ഭാര്യ, അനിയത്തിയ. വസ്തുഭാഗം വെക്കുമ്പോ അരുണ് കൊടുക്കാനുള്ളത് കൊടുക്കണം, അത് ന്യായം. എന്നാൽ കാർത്തൂന് അതിന്റെ ഒരു അംശം കൊടുക്കേണ്ട കാര്യം എന്താ? നിനക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അനന്തു. പിന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യുന്നതിന് നീ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? എന്തായാലും നിങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾക്ക് തരും, ഒട്ടും കുറയാതെ. അത് തന്നെ 3-4 തലമുറയ്ക്ക് ജീവിക്കാനുള്ളതുണ്ട്. എന്നിട്ടാണ് വീണ്ടും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് തടസ്സം നിൽക്കുന്നത്. ചിലരോട് നമുക്ക് ഇഷ്ടം തോന്നുമ്പോ അവർക്ക് ചില ദാനങ്ങളൊക്കെ ചെയ്യാൻ തോന്നും, പ്രത്യേകിച്ച് അവരത് അർഹിക്കുന്നതാണെന്ന് തോന്നിയാൽ. കാർത്തു സ്വത്തിനും പണത്തിനും വേണ്ടി ജീവിക്കുന്ന പെൺകുട്ടിയല്ല. അവർക്ക് കൊടുക്കുന്ന സമ്പത്ത് അവർ നശിപ്പിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം തരുന്ന പോലെ ഒരു പങ്ക് കാർത്തുവിന് വേണ്ടി മാറ്റിവെക്കും. അത് കൊടുക്കുകയും ചെയ്യും. കൊടുക്ക്, ഇഷ്ടം പോലെ കൊടുക്ക്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങളെ കാണാൻ? കൊച്ചുമക്കൾക്ക് ഈ വയസ്സന്മാരെയൊക്കെ തള്ളിക്കളയാം, തിരിച്ചതിന് പറ്റില്ല മോനെ. കാരണം പ്രായവും പക്വതയും കൊണ്ട്, ജീവിതാനുഭവം കൊണ്ട് ശരിതെറ്റുകൾ തിരിച്ചറിഞ്ഞ പ്രായമായത്. ആ പ്രായത്തിലുള്ളവർക്ക് എല്ലാവരെയും സ്നേഹിക്കാനേ കഴിയൂ. എന്തായാലും കാർത്തു എന്ന് പറയുന്നവള് കാലെടുത്ത് കുത്തി അന്നു മുതല് നമ്മുടെ കുടുംബത്തിൽ അന്തചിത്രം ഉണ്ടായി. എല്ലാരും പല വഴിക്ക് പോയി. നിങ്ങൾ അരക്കണമെന്ന്? നിങ്ങൾ കുഴപ്പമുണ്ടാക്കി അടങ്ങുന്നുള്ള വാശിയിലാണോ? അരുണിന്റെ മുത്തച്ഛനുമായി ഒരു സംസാരം ഉണ്ടായിട്ടാണ് ഞാൻ വരുന്നത്. ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷെ അദ്ദേഹം വയലന്റായി. എങ്ങനെ വയലന്റ് ആവാതിരിക്കും? ഒരു സമയത്ത് മുത്തച്ഛനെ എന്റെ അപ്പച്ചിയും താൻ കൊല്ലാതെ കൊന്നില്ലേ? മറക്കാൻ കഴിയാത്ത വേദന കൊടുത്തില്ലേ? എന്നിട്ട് ഈ നാട്ടിൽ നിന്ന് പോയത് താൻ ചെയ്ത പുണ്യകർമ്മോ? പക്ഷെ ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരുടെയും മനസ്സിൽ തീ കോരിയിട്ടുണ്ട് താൻ വീണ്ടും വന്നിരിക്കുക. ഞാൻ ആർക്കും ഒരു ദ്രോഹത്തിനും വന്നില്ലല്ലോ അരുൺ. എന്നിട്ട് താൻ ഇപ്പൊ ചെയ്യുന്നതോ?